ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്നിപ്പം ഈ ഇറാൻ്റെ വാർ തുടങ്ങിയോണ്ട് എനിക്ക് ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയണമെന്നുണ്ട്. അതൊരു ഇറാൻ്റെ ഏറ്റവും വലിയൊരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ മിസൈലിൻ്റെ ഈ ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലത്തെ അത്രയും റെപ്യൂട്ടഡ് ആ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഇറാനിലുണ്ടായിരുന്ന മോഷൻ ഫാക്രിസാദെ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്. സോ അയാൾ പിന്നെ ഇറാൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ. സോ ഈ വാസ് വെരി പാട്രിയോട്ടിക് ലൈക്ക് ഡോക്ടർ കലാം, ഹൈലി എക്സ്പീരിയൻസ്ഡ്. പക്ഷേ ഈ വാസ് ദ പ്രൈം ടാർഗറ്റ് ഫോർ ഇറാൻ്റെ എല്ലാ അഡ്വൈസറീസിനും പ്രൈം ടാർഗറ്റ് അയാളായിരുന്നു. പക്ഷേ അയാൾക്ക് തന്നെ അറിയായിരുന്നു അയാൾ ഒരു ദിവസം ശത്രുക്കളാൽ വധിക്കപ്പെടുന്നുള്ള കാര്യം അയാൾക്ക് തന്നെ അറിയായിരുന്നു. സോ അതുകൊണ്ട് ഇയാളപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് ഹെവിലി ഗാർഡറ്റ് കൺവോയ് ഇയാൾ പോവുക. പക്ഷെ അയാൾ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജിൽ കാസ്പിയൻ സീൻ്റെ അടുത്തായിട്ടുള്ളൊരു വീട്, അയാൾ കൺട്രി സൈഡിലൊരു വീടുണ്ടാക്കുക. അപ്പോൾ അയാൾ അവിടെ മൂവ് ചെയ്യുന്നത് വളരെ സീക്രട്ടായിട്ട് ഹെവിലി മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ പെട്ടെന്ന് ഒരു മോട്ടോർ കൈഡ് വന്നിട്ട് അയാളെ ഹോൾട്ട് ചെയ്യും. പെട്ടെന്ന് സയൻറ്റിസ്റ്റിൻ്റെ വെഹിക്കിൾസിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ബുള്ളറ്റിൻ്റെ ഒരു സ്പ്രേ ആയിരുന്നു. അപ്പോൾ അയാൾ ആ സെക്കൻഡിൽ തന്നെ മരിച്ചു. അയാൾ കാർന്ന് ഇമ്മീഡിയറ്റ്ലി ആ ബുള്ളറ്റിൻ്റെ സ്പ്രേയിൽ മരിച്ചു കഴിഞ്ഞു. പക്ഷെ അയാൾ മാത്രമേ അതിൻ്റെ അത് മരിച്ചിട്ടുള്ളൂ. അയാളെ ഭാര്യ ഉണ്ടായിരുന്നു, അയാളെ ഇറാൻ റിപ്പബ്ലിക് ഗാർഡ്സ് ഉണ്ടായിരുന്നു, അവരൊന്നും അതിൻ്റെ അകത്ത് വധിക്കപ്പെട്ടില്ല. ഓൺലി അയാൾ പിന്നെ ഒരു മിഷൻ ഗണ്ണ് കൊണ്ട് ഗൺ ഫയറിൽ ബേസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഇയാളെ ബോഡി ഗാർഡ്സ് നോക്കുന്ന സമയത്ത് ഇയാൾ ചുറ്റുവട്ടത്തും ഒന്നും ഒരു ഷൂട്ടേഴ്സിനെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. പിന്നെ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു. ആ റോഡ് സൈഡിൽ വലിയൊരു പിക്കപ്പ് ട്രക്ക് വാനുണ്ടായിരുന്നു, അത് ഇറപ്റ്റഡ് ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞു. സോ ഇതിന്ന് അവർ മനസ്സിലാക്കേണ്ടത് ദർ വാസ് നോ ഗൺ ആൻഡ് ദർ വാസ് നോ അസാസിൻ. അയാളെ കൊല്ലാനും ആരും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഈ ന്യൂയോർക്ക് ടൈംസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഡെബ്യൂ ടെസ്റ്റ് ഹൈടെക് കമ്പ്യൂട്ടറൈസ്ഡ് ഷാർപ്പ് ഷൂട്ടർ with an artificial intelligence and multiple cameras operated by satellite and capable of firing 600 rounds per minute ഉള്ള ഒരു ടൈപ്പ് ഓഫ് റോബോട്ടായിരുന്നു അവിടെ യൂസ് ചെയ്യുന്നവർ. സോ നോക്കണം ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ ടെക്നോളജി എത്രത്തോളം വളർന്നിലും. അതിന് ഈ ട്രക്കിൽ കംപ്ലീറ്റ് ക്യാമറാസ് ഉണ്ടായിരുന്നു, റോബോട്ടിക് വെപ്പണായിരുന്നു അത്. സോ AI ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ആൻഡ് ഫയേഴ്സ് ആൻഡ് അത്രയും ബുള്ളറ്റ് ജസ്റ്റ് ഫയർ ചെയ്തിട്ട് അയാളെ ഒരു ഹൈ പ്രൊഫൈലിൽ ഇത്രയും ഗാർഡിൽ അയാളെ കൊല്ലാൻ ഈ മൊസാദിന് സാധിച്ചു. സോ ഇസ്രയേൽ അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊസാദ് എന്നുള്ള കാര്യം ഇറാന് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ ടുഡേ. താങ്ക് യു.